മോഡിഫൈഡ് ഇ സി ടിയുടെ ചില പ്രത്യേകതകളും അതിലുപയോഗിക്കുന്ന ഡ്രഗ്സും അതെന്തിനാണ് ആ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം പറയട്ടെ, ഇ സി ടി ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇലക്ട്രിക്കൽ സ്റ്റിമുലൻ്റ് ബ്രെയിനിലോട്ട് കൊടുത്തുകൊണ്ട് കൺട്രോൾഡ് ആയിട്ടുള്ള സീഷർ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചില സൈക്യാട്രിക് ഡിസോർഡേഴ്സിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസ് എന്ന് പറയാം. അത് എക്സാംസിനൊക്കെ ഒരുപാട് ചോദ്യം കിട്ടുന്നതാണ്. ആദ്യത്തെ പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിവിയർ ഡിപ്രഷനാണ്. സിവിയർ ഡിപ്രഷൻ വിത്ത് സൂയിസൈഡൽ റിസ്ക്, ഇങ്ങനെയുള്ള പേഷ്യൻസിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇ സി ടി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കാറ്റട്ടോണിക് സ്കീസോഫ്രീനിയ, അക്യൂട്ട് മാനിയ പോലുള്ള പേഷ്യൻസിനൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ കഥയിലോട്ട് വന്നാൽ മോഡിഫൈഡ് ഇ സി ടിയെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ഈ മോഡിഫൈഡ് അൺമോഡിഫൈഡ് അത് നമ്മളെ ബേസിക് വ്യത്യാസം. ചില ഡ്രഗ്സ് ഇവിടെ എക്സ്ക്ലൂസീവായിട്ട് മോഡിഫൈഡ് ഇ സി ടിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ അനസ്തെറ്റിക് ഏജൻസും പിന്നെ അതുപോലെ തന്നെ മസിൽ റിലാക്സൻറ്റും, ഓക്കെ, സെക്സിലൈൻ കൊളൈൻ പോലുള്ള. ഇത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സീഷർ കാരണം ഉണ്ടാകുന്ന ചില ഇഞ്ചുറീസും ഫ്രാക്ചേഴ്സും ഒക്കെ ഒഴിവാക്കാനും സേഫ് ആക്കാനും പെയിൻലെസ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, ഓക്കെ, കംഫോർട്ട് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ്സ് ഇവിടെ എക്സ്ക്ലൂസീവായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഡ്രഗ്സിനെ കുറിച്ചുകൂടെ മനസ്സിലാക്കാറുണ്ട്. അതിൻ്റെ ഒരു ഓർഡറിൽ ചില ക്വസ്റ്റ്യനിൽ അങ്ങനെയും ചോദിക്കുക, എങ്ങനെ ഇത് ഏത് ഓർഡറിലാണ് ഇത് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ മോഡിഫൈഡിലും അൺമോഡിഫൈഡ് ഇ സി ടിയിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അട്രോപ്പിൻ യൂസ് ചെയ്യാറുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആൻറ്റികൊളിനർജിക് ഡ്രഗാണ്, അട്രോപ്പിൻ സൾഫേറ്റ് ആണ്. എന്തിനാണ് അട്രോപ്പിൻ സൾഫേറ്റ് ഇ സി ടിയിൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് സെക്രീഷൻസ് കുറയ്ക്കാനും ബ്രാഡികാർഡിയ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. സെക്രീഷൻസ് ഉണ്ടാകാം അല്ലേ, സീഷർ ഇൻഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അത് ആസ്പിറേഷൻ്റെ റിസ്ക് ഒക്കെ ഉണ്ട് പേഷ്യൻറ്റ് നമ്മൾ അനസ്തെറ്റിക് ഏജൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അതും പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവും, അതും അതിൻ്റെ റിസ്ക് കൂട്ടും. സോ അതുകൊണ്ട് തന്നെ അട്രോപ്പിൻ ഫസ്റ്റ് കൊടുക്കുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ആക്ടിങ് അനസ്തെറ്റിക് ഏജൻ്റാണ്. അത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൊപ്പോഫോളോ, തയോപെൻറ്റോൾ സോഡിയം ഒക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത്, മസിൽ റിലാക്സൻറ്റ്. പിന്നെ എടുത്തു പറയണമല്ലോ, ഈ അനസ്തെറ്റിക് ഏജൻറ്റ് കൊടുക്കുന്ന പേഷ്യൻറ്റിനെ അൺകോൺഷ്യസ് ആക്കുക. ഈ ഒരു പ്രൊസീജിയർ കാരണം ഉണ്ടാകുന്ന ഡിസ്കംഫോർട്ടും പെയിനും ഒക്കെ പേഷ്യൻറ്റിന് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ മനസ്സിലാക്കുക. പിന്നെന്താണ് ലാസ്റ്റ് പറഞ്ഞത്, മസിൽ റിലാക്സൻറ്റ്, ഓക്കെ, അത് ഞാൻ പറഞ്ഞു. സക്സിനൈൽ കൊളൈനാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മസിൽ റിലാക്സൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ സീഷർ ഇൻഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇഞ്ചുറീസും പിന്നെ അതുപോലെ തന്നെ ഫ്രാക്ചറും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.